തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ട് അകന്നു കൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. പ്രൈസ് ഗോഡ്. ഒരു സത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മാറ്റമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ മുദ്ര കുത്തിയിരിക്കുന്നത് പോലെ, സ്തോത്രം, രണ്ട് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്നു. അങ്ങനെ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ആ ഒരു പാരഗ്രാഫ് ആരംഭിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണത് തുടങ്ങുന്നത്. 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. ഓർമ്മപ്പെടുത്തൽ, സ്തോത്രം. കാരണം ദൈവവചനം കൈകാര്യം ചെയ്യുന്ന വിധത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം. വചനവിരുദ്ധമായ കാര്യങ്ങൾ, സ്തോത്രം, ഈ നാളുകളിൽ ധാരാളം പ്രസംഗങ്ങൾക്കകത്ത് കേൾക്കുമ്പോൾ അത് വചനവിരുദ്ധമാണോ അല്ലയോ എന്ന് നാം തിരിച്ചറിയണം. അത് കേൾക്കുന്നവർ മാത്രമല്ല, പ്രസംഗിക്കുന്നവരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വചനം വളരെ ഭയത്തോടെ വേണം നമ്മുടെ കരങ്ങളിലെടുത്ത് പ്രസംഗിക്കുവാൻ. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും, വചനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പഥ്യവചനമെന്ന. പഥ്യവചനം അത് ഭക്തിക്കൊത്ത ടീച്ചിങ് ആയിരിക്കണം. അതിനകത്ത് ഭക്തിക്കൊത്ത ഉപദേശവും. പ്രൈസ് ഗോഡ്. അപ്പം ഇത് രണ്ടും ഉണ്ടാകണം. എന്നാൽ അതനുസരിക്കാതെ അന്യഥ ഉപദേശിക്കുന്നവൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ സത്യവചനമാണ്, പഥ്യവചനമാണ് എന്ന് പറഞ്ഞാൽ ഇത് പലതിനോട് കൂട്ടാൻ പറ്റത്തില്ല, ഇതിൽ നിന്നൊന്നും കുറയ്ക്കാനും പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അല്ലേ? നമുക്കറിയാം, പഥ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് പഥ്യത്തെക്കുറിച്ച് അറിയാൻ പറ്റും. സ്തോത്രം. ഒരല്പം അച്ചാർ കൂട്ടിയാൽ എന്നാ കുഴപ്പം? സ്തോത്രം. ഇല്ല, തൊടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. പുളിയുള്ളതും എരിവുള്ളതും ഒന്നും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ വചനത്തോടൊന്നും കൂട്ടാൻ പറ്റത്തില്ല, ഈ വചനത്തിൽ നിന്നൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അത് പഥ്യവചനമാണ്. ഹല്ലേലൂയ.